ദീപക് മറിയം അല്പം മുൻപ് CPM-ന്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞത് കോൺഗ്രസിന്റെ ചില വോട്ടുകളൊക്കെ കുറച്ച് വോട്ടൊക്കെ BJP-ക്ക് ലഭിച്ചിട്ടുണ്ട് എന്നതാണ്. അക്കൗണ്ട് തുറക്കുമോ BJP എന്നതാണ് ചോദ്യം. ഇനിതാ ആ നിലയ്ക്കുള്ള പ്രതീക്ഷ തന്നെയാണ് NDA ക്യാമ്പ് വെച്ചു പുലർത്തുന്നത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലയിടങ്ങളിലും പ്രത്യേകിച്ച് പിരാരി ഉൾപ്പെടെയുള്ള മേഖലകളിൽ UDF-ന് അനുകൂലമായി പല ഘട്ടങ്ങളിലും കിട്ടിക്കൊണ്ടിരുന്ന വോട്ടിൽ സ്പ്ലിറ്റ് ഉണ്ടാവുകയും ആ വോട്ട് LDF-ന് അനുകൂലമായി പോൾ ചെയ്യപ്പെടുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ നഗരസഭയിൽ നേരത്തെ തന്നെ ഉണ്ടാകുന്ന ആ ലീഡ് അത് ഇത്തവണയും നിലനിർത്താൻ കഴിയും. 8,000 മുതൽ 10,000 വരെയുള്ള വോട്ടിന്റെ ലീഡ് നിലനിർത്താൻ കഴിയും എന്നുള്ളത് തന്നെയാണ് പ്രാഥമിക പരിശോധന നടത്തിയതിന് ശേഷം BJP മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുകൂടി വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. ചിലയിടങ്ങളിലെങ്കിലും ന്യൂനപക്ഷ വോട്ടുകളുടെ കൺസോളിഡേഷൻ ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ ആ വോട്ടുകൾ സ്വതന്ത്രർക്ക് ഭിന്നിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകുമെന്നുകൂടി NDA ക്യാമ്പ് കരുതുന്നുണ്ട്. ഒപ്പം തന്നെ നേരത്തെ പരമ്പരാഗതമായി UDF-ന് കിട്ടിക്കൊണ്ടിരുന്ന ക്രൈസ്തവ വോട്ടുകളുടെ കാര്യത്തിൽ ഇത്തവണ വലിയ രീതിയിൽ ആ വോട്ടുകൾ NDA-ക്ക് അനുകൂലമായി പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ് NDA-യുടെ വിലയിരുത്തൽ. നേരത്തെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികളിലേക്ക് കടക്കുമ്പോൾ UDF-ഉം LDF-ഉം അത് കൊട്ടിഘോഷിച്ച് നടത്തുമ്പോൾ വളരെ നിശബ്ദമായ നീക്കങ്ങളാണ് NDA-യുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത്. ആ നിലയ്ക്ക് RSS ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് ഗ്രൗണ്ടിൽ നടത്തിയ പ്രവർത്തനങ്ങൾ കേഡർ വോട്ടുകൾ പൂർണ്ണമായും ഉറപ്പിച്ചു നിർത്തുന്നതിലേക്ക് കാര്യങ്ങളെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് മൂത്താന്തറ വടക്കന്തറ ഉൾപ്പെടെയുള്ള അവരുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അവർ കണക്ക് നിരത്തി സ്ഥാപിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 80%-ലധികം വോട്ടുകൾ മൂത്താന്തറയിലടക്കം പോൾ ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മുൻകാലങ്ങളിൽ അത് 70 മുതൽ 75% വരെ മാത്രമേ വരാറുള്ളായിരുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു വിശദീകരണമായി വരുന്നത്. മറ്റൊന്ന് 100ഓളം ബൂത്തുകളിൽ കൃത്യമായി ഏതാണ്ട് 100ഓളം വോട്ടുകൾ ഓരോ ബൂത്ത് എന്നുള്ള നിലയ്ക്ക് വർദ്ധിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യം ഇത്തവണ ഉണ്ടായിട്ടുണ്ട്. അത് ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിൽ പ്രതിഫലിക്കും എന്നുള്ള കാര്യവും കൂടിയാണ് NDA ക്യാമ്പ് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ന്യൂനപക്ഷ വോട്ടുകളുടെ കൺസോളിഡേഷൻ ഇല്ലാതിരിക്കുകയും മുനിസിപ്പാലിറ്റിയിൽ നേരത്തെ ഉണ്ടായിരുന്നതിന് സമാനമായ രീതിയിൽ വോട്ടുകൾ നിലനിർത്താൻ കഴിയുകയും ചെയ്യുകയാണെങ്കിൽ സുനിശ്ചിതമാണ് വിജയം എന്നുള്ള അല്ലെങ്കിൽ ആധികാരികമായ വിജയം എന്നുള്ള തലത്തിലേക്ക് തന്നെയാണ് NDA ക്യാമ്പിന്റെ കണക്കുകൂട്ടലുകളുള്ളത്. ദീപക് 5000 വോട്ടിന്റെ ഭൂരിപക്ഷം എന്നാണ് സ്ഥാനാർത്ഥി പറയുന്നത്. ദീപകിന്റെ ഒരു കണക്കുകൂട്ടൽ എന്താണ്? ജനങ്ങൾ എന്തായാലും കണക്ക് കൂട്ടിയിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ ആ കണക്കുകൂട്ടൽ പുറത്തു വന്നിട്ട് പറയാം.